ചിറ്റാറ്റുകര പ്രത്യാശ വയോജന ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ലോക വയോജന ദിനം ആചരിച്ചു. വാർഡ് മെമ്പറും രക്ഷാധികാരിയുമായ MS അഭിലാഷ് അധ്യക്ഷനായി. ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. 80 കഴിഞ്ഞ വയോധികരെയും ഉയർന്ന വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. കൺസലേഷൻ ഓഫീസർ ആശാബാബു വയോജന സംരക്ഷണ നിയമം എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് നയിച്ചു. ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VA താജുദ്ദീൻ, പ്രത്യാശ വയോജന ക്ലബ്ബ് പ്രസിഡന്റ് PK സുബ്രഹ്മണ്യൻ, സെക്രട്ടറി OK ബാബു, വൈസ് പ്രസിഡന്റ് രതി കാർത്തികേയൻ എന്നിവർ സംസാരിച്ചു. തന്നെ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നല്ല ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്ലബ്ബ് ഇങ്ങനെ തന്നെ വളരെ ശക്തമായിട്ടുള്ള നിലയിൽ വളരെ അടച്ചുറപ്പ് അല്ലെങ്കിൽ ഒരു അടിത്തറയോടുകൂടി തന്നെ ഇനിയും കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. വളരെ നല്ല നിലയിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭരണസമിതി, ഇനി വരുന്ന ഭരണസമിതികൾ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യാത്ര ചെയ്യുന്നവർ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇനിയും ആളുകൾ എന്തായാലും തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തില് വയോജനങ്ങൾ എന്ന് പറയുന്നത് ഓരോ ദിവസവും 2 പേര് വീതം വയോജനങ്ങളായിട്ട് മാറുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പൊ എന്തായാലും ഇനിയും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളുടെ ക്ലബ്ബ് വളരെ നല്ല നിലയിൽ തന്നെ എല്ലാവർക്കും പ്രാദേശികമായിട്ടുള്ള ജനങ്ങൾക്കാകെ അഭിമാനകരമായിട്ട് മാറുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ വളരെ തിരക്ക് പിടിച്ചൊരു സമയം കൂടിയാണ് ഈ സമയം എന്ന് പറയുന്നത്. ഒട്ടേറെ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സമയബന്ധിതമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ കൊടുക്കുന്ന ഒരു സാഹചര്യങ്ങൾ കൂടിയാണ്. അപ്പോൾ അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ നടപ്പിലാക്കാനായിട്ട് ഒരു പരിധിവരെ ഈ 5 വർഷക്കാലം ഭരണസമിതിക്കും നിങ്ങളോടൊപ്പം ഒക്കെ ചേർന്നുകൊണ്ട് ചെയ്യാനായിട്ട് സാധിച്ചു. നിങ്ങൾ പറഞ്ഞ പല പദ്ധതികളും വയോജന ക്ലബ്ബുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വയോജന ഗ്രാമസഭ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നടത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ സമയത്തെ പ്രോജക്റ്റുകളിൽ ആകെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ വാർഡിന്റെ 2 കാര്യങ്ങളാണ് പുള്ളി പറഞ്ഞത്. 1 പ്രത്യാശ വയോജന ക്ലബ്ബ്, 2 എൻ്റെ അംഗനവാടി. ഇത് 2 അദ്ദേഹം നെഞ്ചിലേറ്റി പറഞ്ഞ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. വളരെയേറെ സന്തോഷം തോന്നി. ഒരു വാർഡ് മെമ്പർ അങ്ങനെ ഒരു 2 കാര്യങ്ങളെ കുറിച്ച് നമ്മളോട് അത്ര നെഞ്ചിലേറ്റി പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. ഇന്ന് എത്രയേറെ ഒരുപാട് തിരക്കുകളെന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത്. എനിക്ക് പല സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ അത്യാവശ്യം ഈ കോടതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനാൽ പല രാത്രികൾ വരെ നീണ്ടു നിൽക്കുന്ന നിങ്ങളെ പോലുള്ള ആളുകളുടെ സംസാരിക്കാൻ ഒരു അവസരം അവർ ചോദിക്കുമ്പോൾ അത് കൊടുക്കാതിരിക്കാൻ നമുക്ക് സാധിക്കുന്നു. നിയമപ്രകാരം നമ്മൾ ജോലി ചെയ്യുന്നത് മാത്രമല്ല ഒരു സേവനം എന്ന് പറയുമ്പോൾ, ആർക്കെങ്കിലും നമ്മളെ കൊണ്ട് ഒരു വാക്കിനാൽ ഉപകാരപ്പെടാം എന്ന് വിചാരിച്ചുകൊണ്ട് അവർ വിളിക്കുമ്പോൾ പലപ്പോഴും നമ്മളത് കണ്ടുനിന്ന് വെക്കാൻ സാധിക്കാറില്ല. അതിന് പ്രകാരമാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് വന്നപ്പോൾ നമുക്ക് ഒരുപാട് വേദനകൾ നിറഞ്ഞ, ഒട്ടും സന്തോഷകരമല്ല. നിങ്ങൾക്കറിയാം, രാവിലെ മുതൽ നമ്മൾ ആരംഭിക്കുന്നത് ഈ നെഗറ്റീവ് തന്നെയാണ്. നമുക്കൊരു പോസിറ്റീവ് നിന്ന് കിട്ടാനില്ല. ഞങ്ങളോട് സംസാരിക്കുന്ന ആൾക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം അത് ഞാൻ മനസ്സിലാകുന്നു. അതിൻ്റെ വാല്യൂ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, ഇന്ന് ലോക വയോജന ദിനം. അങ്ങനെ ഒരു ദിനം നമുക്ക് ഇന്ന് നമ്മളുടെ വയോജനങ്ങളുടെ ദിവസമാണ് അല്ലേ? ആ വയോജനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 60 വയസ്സ് മുതൽ ഒരു കാറ്റഗറി തിരിച്ചേക്കുവാണ്. 60 വയസ്സ് മുതൽ അങ്ങോട്ടുള്ളവരൊക്കെ വയോജനത്തിന്റെ ആ ഒരു പരിധിയിൽപ്പെടും അല്ലേ? അങ്ങനെ ഒരു കാറ്റഗറിയുടെ ആവശ്യമുണ്ടോ? വയസ്സ് വെറും നമ്പറാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത്രത്തോളം വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരായ വയോജനങ്ങളിൽ നിന്ന് മാറ്റിക്കോളൂ, ചെറുപ്പക്കാരായ ആളുകൾ നിങ്ങളുടെ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് എന്താണ്? അത്ര ആക്റ്റീവായിട്ടുള്ളൊരു പ്രത്യാശ വയോജന ക്ലബ്ബ് എന്ന് പറയുന്നത് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമായി വളരട്ടെ. നിങ്ങളുടെ ഈ കൂട്ടായ്മ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ്. ഈ വയോജന ദിനത്തിൽ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനോ ഒരുപാട് നേരം സംസാരിക്കാനോ ഒന്നുമല്ല വന്നത്. നിങ്ങളെ ഒന്ന് നേരിട്ട് കാണാനും നിങ്ങളോട് 2 വാക്ക് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ സംസാരിക്കാനും വേണ്ടി മാത്രമാണ്. ചെറിയ അറിവുകൾ എന്നിലുണ്ട്. ആ അറിവുകൾ നിങ്ങൾക്ക് പകർന്നു നൽകിയാൽ നിങ്ങൾ മറ്റൊരാൾക്ക് ആ അറിവ് പകർന്നു നൽകും എന്നൊരു വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ ഓടിയെത്തിയത്.